സുരേഷ് ഗോപിന്റെ ഒരു സിനിമ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഇങ്ങനെ ആലോചിക്കും, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പേരായിരിക്കും കമ്മീഷണർ. ഉം. കമ്മീഷണറിൽ നമുക്ക് സുരേഷ് ഗോപിയുടെ ഒരു നല്ല ഡയലോഗ് ഓർക്കാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നതാണ്, ഓർമ്മയുണ്ടോ ഈ മുഖം, ഈ സംഭവം. ഉം. ഈ സുരേഷ് ഗോപി ഇത് ആരെ നോക്കിയാ പറയുന്നത്? ഒരു സുന്ദരിയായിട്ടുള്ള ഒരു നടീനെ നോക്കിയിട്ടാണ് സുരേഷ് ഗോപി ഈ ഡയലോഗ് പറയുന്നത്. ആ ഡയലോഗാണ് സിനിമയുടെ മെയിൻ അത് അച്ചാമ്മ വർഗീസ്. അതെ, അച്ചാമ്മ വർഗീസ്. ആ ക്യാരക്ടറിന്റെ പേര് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഉം. ഈ നടി മലയാളത്തിൽ നടിയായിട്ടും സഹനടിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഉം. പക്ഷെ പുള്ളിക്കാരി മലയാളിയല്ല. നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട സുന്ദരിയായിട്ടുള്ള നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ മലയാളിയായിട്ട് അങ്ങ് ചിത്രീകരിക്കും, അവർ നമ്മളുടെ നാട്ടുകാരെയാണ് ചിത്രീകരിക്കും. പക്ഷേ ഈ നടി മലയാളിയല്ല. കുറേ നാളായിട്ട് ഇപ്പോൾ സിനിമയിലൊന്നും കാണാനുമില്ല ഈ നടീനെ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ നടീനെ കുറിച്ചാണ്. അച്ചാമ്മ വർഗീസ്. അതെ, ഏതോ സുരേഷ് ഗോപിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകളിലൊന്നാണ്. ഒന്ന് അതിനകത്ത് ഷിറ്റ്, ഷിറ്റ്. പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുന്നത്. അച്ചാമ്മ വർഗീസിനെ നോക്കിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അച്ചാമ്മ വർഗീസ്, ആ ഒരൊറ്റ ചോദ്യത്തിൽ അച്ചാമ്മ വർഗീസ് അതുവരെ വലിയൊരു എല്ലാ അധികാര കേന്ദ്രങ്ങളെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന അച്ചാമ്മ വർഗീസ്, ആ അച്ചാമ്മ വർഗീസ് ഒന്നുമല്ലാതായി പോവുകയാണ്. അത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച നടിയുടെ പേരാണ്. പലപ്പോഴും ആ നടിയെ ഒട്ടേറെ വേറെ കഥാപാത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കുസൃതിക്കാറ്റ് എന്ന് പറയുന്നൊരു സിനിമയിൽ VD രാജപ്പൻ്റെ, എനിക്ക് തോന്നുന്ന കുസൃതിക്കാറ്റ് ഏതോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. സംശയരോഗിയായ ഭർത്താവാണ് VD രാജപ്പൻ. അപ്പോൾ ആ VD രാജപ്പൻ്റെ ഭാര്യയായി അഭിനയിച്ചത് ഈ നടിയാണ്. ഈ നടിയുടെ പേര് പലപ്പോഴും നമുക്ക് ആരാണ് ഈ നടി എന്നുള്ളത് പേരും നമുക്കറിയില്ലായിരുന്നു. അപ്പം ഇത് പറയുമ്പോഴാണ് നടി എവിടെയുള്ള ആളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ജയരാഗിണി എന്നാണ് നടിയുടെ പേര്, ജയരാഗിണി. ഈ ജയരാഗിണി എന്നാണ് പേരെങ്കിലും പിന്നീട് ഇവർ സിനിമയിലേക്ക് വരുന്ന സമയത്ത്, മലയാളത്തിൽ വരുന്ന സമയത്ത് മറ്റൊരു ജയരാഗിണി ഉള്ളതുകൊണ്ട് ആ ജയരാഗിണിയിലെ ജയ കട്ട് ചെയ്തിട്ട് അവർ രാഗിണി എന്നുള്ള പേര് മാത്രമാക്കി ചുരുക്കി. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയാണ് ഈ ജയരാഗിണിയുടെ സ്വദേശം. അപ്പോൾ ആ സമയത്ത് ഈ തെലുങ്കിലൊക്കെ ഉള്ള സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യണം. അപ്പോൾ അവർ അവിടെ നിൽക്കുന്ന സമയത്ത് അത്തരം ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മലയാളത്തിൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മലയാളത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നത്. അങ്ങനെ വന്നു, ഇവിടെ കുറേയേറെ വേഷങ്ങളിൽ അഭിനയിച്ചു. 73 ചിത്രങ്ങളാണ് അവരഭിനയിച്ചിട്ടുള്ളത്. അതിൽ 72 ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു സിനിമ മാത്രമാണ് പുറത്തിറങ്ങാതെ പോയത്. അപ്പോൾ മലയാളത്തിൽ പിന്നീട് സത്യനന്ദിക്കാടും പ്രിയദർശനുമാണ് അവർ നന്നായിട്ട് നടിയെന്നുള്ള നിലയിൽ ഉപയോഗിച്ചത്. അവരുടെ കഥയിലേക്ക് നമുക്ക് വരാം. ഈ നടി എവിടെയാണ്? പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും പണ്ട് സിനിമ കാണുമ്പോൾ എനിക്ക് ഈ നടിയുടെ പേരറിയത്തില്ലായിരുന്നു. കുറേ സിനിമകളിൽ ഇവരിങ്ങനെ അഭിനയിക്കുന്നു, അപ്പോൾ ഇവർ പേരെന്താ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ നടിയെ. പിന്നീട് അഞ്ജന നേരത്തെ ചോദിച്ച പോലെ അച്ചാമ്മ വർഗീസായിട്ട് അഭിനയിച്ചത് അവരാണോ എന്ന് ചോദിച്ചില്ലേ? എന്നോട് രഹസ്യമായിട്ട് ചോദിച്ചാണെങ്കിൽ ഞാനിപ്പോൾ അപ്പോൾ അതൊരു അത് അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ ഒരു നടിയുടെ വിജയമല്ലേ. ഇവരാണോ അച്ചാമ്മ വർഗീസായിട്ട് അഭിനയിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ചില വേഷങ്ങൾ ചെയ്യില്ലേ ആളുകൾ, വില്ലനായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ വില്ലത്തിയാവുന്നു, നമ്മളങ്ങ് വെറുത്തു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 81 ആണ് മലയാളത്തിൽ ഹരിഹരൻ്റെ സംസ്കാരം എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഹരിഹരൻ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടർ. പക്ഷേ ആ സിനിമ പുറത്തിറങ്ങിയില്ല. പിന്നീട് ഹരിഹരൻ്റെ തന്നെ സിനിമയായിട്ടുള്ള പിന്നെ പൂച്ച സന്യാസി, ആ സിനിമയിൽ അഭിനയിച്ചു. ശ്രദ്ധേയമായ മറ്റൊരു വേഷം ആ സമയത്ത് തന്നെ കിട്ടുന്നത് MD വാസുദേവൻ നായരുടെ സിനിമയിലാണ്. വാരിക്കുഴി എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയിൽ സുവർണ, ശുഭ അങ്ങനെ 2 നായികമാരുണ്ടായിരുന്നു. അക്കൂട്ടത്തിലൊരു നായികയായിട്ടാണ് രാഗിണിയും അഭിനയിച്ചത്. ശാലീന സുന്ദരിയായ, അതായത് അതിനകത്ത് നായകനാൽ ചതിക്കപ്പെടുന്ന, പ്രണയവഞ്ചനയ്ക്കിരയാക്കപ്പെടുന്ന നായികമാരിലൊരാൾ. അപ്പം ആ സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് വരന്മാരെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഹരിഹരൻ്റെ സിനിമയിൽ തന്നെ അഭിനയിക്കുന്നു.
ഒരു പരിഷ്കാരിയായ പെണ്ണായിട്ടാണ് രാഗിണി അഭിനയിക്കുന്നത്. 85-ൽ 5 ചിത്രങ്ങളാണുള്ളത്. ഞാൻ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ തപ്പിപ്പോയപ്പോൾ ഈ ഈ പി ശ്രീകുമാർ എന്ന് പറയുന്ന നടനും സംവിധായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയും തലയും പുറത്തിടരുത് എന്ന് പറയുന്ന ചിത്രത്തിൽ സുധ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം, നായിക കഥാപാത്രം, ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആർട്ടിക്കിളാണ് ഈ ജയരാഗിണിയെക്കുറിച്ച്. അപ്പോൾ അവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ചരിത്രം വളച്ചൊടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പി ശ്രീകുമാറിൻ്റെ മകളിപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വലിയ വൈറലായിട്ടുള്ളൊരു കുറിപ്പാണ്. അപ്പോൾ പി ശ്രീകുമാർ വന്ന് അവിടെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നു ഈ ജയരാഗിണിയെക്കുറിച്ച്. അപ്പോൾ 85-ൽ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചു, 86-ൽ 7 ചിത്രങ്ങൾ, മോശം കണക്കല്ല, 87-ൽ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചു. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന മലയാളത്തിലൊരു ക്ലാസിക് സിനിമയുണ്ട്. മീനമാസത്തിലെ സൂര്യൻ ലെനിൻ രാജേന്ദ്രനാണ് സംവിധാനം ചെയ്തത്. അതിനകത്ത് വളരെ ശ്രദ്ധേയമായ, കാരണം അവരുടെ അഭിനയ സിദ്ധി, നമ്മളിങ്ങനെ അവർ നായികയായിട്ട് അഭിനയിച്ചു, ഉപനായികയായി അഭിനയിച്ചു, പിന്നെ വില്ലത്തിയായി അഭിനയിച്ചു, ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു. അതിനിടയ്ക്ക് അവർ അതല്ലാതെയും ചില ഗ്ലാമർ സിനിമകളിലേക്കൊക്കെ തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ അവരുടെ അഭിനയ സിദ്ധി മലയാളികൾക്കെന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന, പക്ഷേ അവർ പെട്ടെന്ന് ഓർക്കുമ്പോൾ അച്ചാമ്മ വർഗീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം എൻ എം പിള്ള എന്ന് പറയുന്നത് മലയാളത്തിലെ നാടക ആചാര്യനാണ്. ആ എൻ എം പിള്ള ഗോഡ് ഫാദർ എന്ന് പറയുന്ന, ആകെ അദ്ദേഹം മലയാളത്തിൽ അങ്ങനെ 2 സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ. ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒറ്റ സിനിമയിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രം മതി, ആ ഒരൊറ്റ കഥാപാത്രം കൊണ്ട് അദ്ദേഹം എത്രയോ സിനിമയിൽ അഭിനയിച്ചതുപോലെയാണ് നമ്മൾ, അല്ലേ? ഒരു 100-300 സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ നേടിയെടുത്തതിനേക്കാൾ അപ്പുറം അദ്ദേഹം ഒറ്റ കഥാപാത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തി. അങ്ങനെയാണ് ഈ ജന്മസിദ്ധമായി കഴിവുള്ള ആളുകൾ. അപ്പോൾ ഇവർ മീനമാസത്തിലെ സൂര്യനിലെ ജാനകി എന്ന് പറയുന്ന ഒരു അഭിസാരികയായിട്ടുള്ള കഥാപാത്രമാണ് അഭിനയിച്ചത്. അതുപോലെ തന്നെ കാലം മാറി കഥ മാറി, അതിനകത്ത് വില്ലത്തിയായിട്ട് ഉള്ള ഒരു കഥാപാത്രമുണ്ട് താഹിറ. മോഹൻലാലിനോടൊപ്പം 87-ൽ ഇവിടെ എല്ലാവർക്കും സുഖം അങ്ങനൊരു സിനിമയുണ്ട്. പഴയ സിനിമകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചു. അങ്ങനെ അഭിനയിച്ച് വരുമ്പോഴാണ് ഇവർ ഒരു 88 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു സിനിമയും ഇല്ല, ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഈ തെലുങ്കിൽ അവർ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ മടിച്ചിട്ടാണ് മലയാളത്തിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ അത്തരം വേഷങ്ങളിലേക്ക് പോവുക. പി ചന്ദ്രകുമാറിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് രതിഭാവം എന്നാണ്. ആ സിനിമയിൽ സെലീന എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അഭിലാഷ എന്ന് പറയുന്നൊരു നടിയുണ്ടായിരുന്നു. അഭിലാഷയാണ് ചന്ദ്രകുമാറിൻ്റെ തന്നെ ആദ്യ പാപം എന്ന് പറയുന്ന സിനിമ മലയാളത്തിലുണ്ടായിരുന്നു. ആ സിനിമയിലെ നായികയാണ് അഭിലാഷ. വളരെ ന്യൂഡായിട്ട് അഭിനയിച്ചൊരു നായികയാണ്. ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ അവർ അഭിനയിച്ചു എന്നുള്ളതാണ് അഭിലാഷ. അപ്പോൾ അഭിലാഷയ്ക്കൊപ്പം രതിഭാവത്തിൽ അഭിനയിച്ചു ഇവർ. പക്ഷേ അവിടെ മനസ്സുകൊണ്ട് അവർക്ക് താല്പര്യമില്ല, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അഭിനയിച്ചതാണ്. പക്ഷെ അവിടുന്ന് അവർ തിരിച്ചു പോരുന്നു. അതായത് ചെറിയ വേഷങ്ങളിൽ, കാലാൾപ്പട എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ചെറിയ വേഷത്തിൽ അവർ വീണ്ടും, ചെറിയ വേഷമെങ്കിൽ ചെറിയ വേഷം, അതിലൂടെ മെയിൻ സ്ട്രീമിൽ പ്രധാനപ്പെട്ട സിനിമകളിലേക്ക് അവർ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെയാണ് 90കളിൽ, നമ്മൾ 90കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90കളിലെ ഒരു കുറേ കാലഘട്ടം അവരില്ലാത്ത സിനിമകളില്ല. പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ അവരുണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾക്ക് പേരറിയില്ല, മലയാള നടി എന്നുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇപ്പോൾ അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. സിദ്ദിഖും ജയറാമും ഒക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. അതിനകത്ത് ഗൗതമിയാണ് മറ്റൊരു നായിക. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർ തിരുത്തി തരണം. ഗൗതമി, ജയറാം, സിദ്ദിഖ് ഒരു കള്ളനാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഇവർ നന്നായിട്ട് അഭിനയിച്ചു, അദ്ദേഹം എന്ന ഇദ്ദേഹം. അപ്പോൾ അപ്പോഴും നമുക്കറിയത്തില്ല, പേരറിയത്തില്ല.
പിന്നീട് 91 ഇവർ 6 കഥാപാത്രങ്ങൾ, 92 5 93 7 ചിത്രങ്ങൾ, അങ്ങനെ വളരെ സജീവമായിട്ട് പിന്നെ നിൽക്കുകയാണ്. അത് ഗോളാന്തര വാർത്ത എന്ന് പറയുന്ന സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയുണ്ട്, ഗോളാന്തര വാർത്ത. അതിനകത്ത് പൊങ്ങച്ചക്കാരിയായിട്ടുള്ള രമേശൻ നായരുടെ ഏട്ടത്തിയമ്മ, രമേശൻ നായർ എന്ന് പറഞ്ഞാൽ ഗോളാന്തര വാർത്തയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച നായക കഥാപാത്രത്തിൻ്റെ പേരാണ് രമേശൻ നായർ. രമേശൻ നായർ അതുപോലെ അതിനകത്ത് ശ്രീനിവാസനുണ്ട്. ശ്രീനിവാസൻ്റെ കഥാപാത്രം കാരക്കുട്ടിൽ ദാസൻ. അതിനകത്താണ് മമ്മൂട്ടി ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നത് എന്താണ് കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം കുറേ ജീവികളുടെ പേര് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോഴാണ് ഒരു പ്രത്യേക തരം ജീവിതം എന്ന് പറയുന്ന. അപ്പോൾ ചില ഈ ഡയലോഗുകളൊക്കെ എക്കാലവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡയലോഗുകളിലൊന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ ഈ മുഖം. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് സുരേഷ് ഗോപി, രണ്ടാമത് ആ ചോദ്യത്തിന് മുമ്പിൽ ചൂളിപ്പോകുന്ന, കാരണം തൻ്റെ പാസ്റ്റ് മുഴുവൻ അറിയാവുന്ന ഒരു ആളുടെ മുമ്പിലാണ് ഇത്രയും ഒരു ലെവലിലൊക്കെ എത്തി എന്ന് അറിയുന്ന എന്ന് വിചാരിക്കുന്ന ഒരാളുടെ മുമ്പിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചിട്ട് അവരുടെ ചരിത്രം മൊത്തം വിളിച്ച് പറയുക. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. അതുപോലെ തന്നെയാണ് സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനകത്ത് തമിഴെത്തി പത്മിനി. അതുപോലെ തന്നെ വെങ്കലം ഭരതൻ്റെ സിനിമയാണ്. വെങ്കലം മുരളിയും ഉർവശിയും അഭിനയിച്ച സിനിമയാണ്. ആ വെങ്കലത്തിലെ കഥാപാത്രം മാളാരവിന്ദൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള കാർത്യായനി. അതുപോലെ തന്നെ ഈ കമ്മീഷണർ വരുന്നത് 94-ലാണ്, 1994-ലാണ് കമ്മീഷണർ. 93-ലാണ് ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹം ആ സിനിമയുള്ളത്. 94-ലാണ് അച്ചാമ്മ വർഗീസ് വരുന്നത്. അച്ചാമ്മ വർഗീസ് ആ ഒറ്റ സീനിലേ ഉള്ളൂ. അതാ പറയുന്നത്, ചില ആളുകൾ ആ ഒരൊറ്റ സിനിമ ഒരൊറ്റ ഷോട്ട് കൊണ്ടോ ഒരൊറ്റ സീൻ കൊണ്ടോ ആ സിനിമ മൊത്തം നിറഞ്ഞു. ഇപ്പോൾ ഈ കമ്മീഷണറിലെ നായിക ആരാന്നറിയാമോ? ശോഭനയാണ്. ഇന്ദു എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതായത് ആ സിനിമയിലെ നായികയെ അറിയത്തില്ല, പക്ഷെ അച്ചാമ്മ വർഗീസിനെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലങ്ങനെ മായാതെ നിൽക്കുക. അതുപോലെ തന്നെ ഈ ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ ജഗതിയുടെ ഭാര്യയായിട്ട്, അതുപോലെ സന്താനഗോപാലം എന്ന് പറയുന്ന ഈ സിനിമ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയാണ് സന്താനഗോപാലം. അതിനകത്ത് ആർത്തി പൂണ്ട ഒരു സ്ത്രീയായിട്ടുള്ള കഥാപാത്രമാണ് സുമതി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. 1995-ൽ 10 ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് കുസൃതിക്കാറ്റിലെ ചിന്നമ്മയുടെ ഭർത്താവ് വി ഡി രാജപ്പൻ. ഇതുപോലെ സംശയരോഗിയായ ഒരു കഥാപാത്രം. അതായത് ഇയാളെ കാത്തിരുന്ന് മടുത്തിട്ട് ഇത്രയും രാത്രിയായി, കഥ അടച്ചാൽ പുള്ളിക്ക് സംശയമാണ്. ഇനി ഇങ്ങേര് വരുന്നതും കാത്ത് കഥവ് തുറന്ന്, അപ്പോൾ കഥ അടച്ചിട്ടാൽ പുള്ളിക്ക് സംശയം ആരാടിയകത്തെന്ന് ചോദിക്കും. ഇനി അത് വേണ്ട, ഇയാൾ വരുമ്പോൾ കഥവ് തുറന്നിട്ടേക്കാം. അപ്പോൾ ചോദിക്കും, ആഹാ അത് ശരി, നീ ആരെ കാത്താടി ഈ കഥവും തുറന്നിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവനെ പറഞ്ഞു വിട്ടതേ ഉള്ളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന മഹാസംശയരോഗിയായ ഒരാൾ. ആ സംശയരോഗിയുടെ ഭാര്യയായിട്ടാണ് അവരഭിനയിച്ചത്. 96-ലാണ് അവർ അഭിനയം നിർത്തുന്നത്. അതിനു മുമ്പും കുറേ സിനിമകൾ അഭിനയിച്ചു. അതിനു മുമ്പ് ഇപ്പോൾ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലെ തന്നെ കമ്പോളം, ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന. കമ്പോളം ബാബു ആൻ്റണിയുടെ വിജയ ചിത്രങ്ങളിലൊന്നാണ് കമ്പോളം. അതുപോലെ കാലാൾപ്പട, നേരത്തെ പറഞ്ഞ കാലാൾപ്പട. ഗസൽ ആരുടെ സിനിമയാണെന്നറിയാമോ? PT കുഞ്ഞു മുഹമ്മദിൻ്റെ സിനിമയാണ് ഗസൽ. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ബെൽറ, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, ജയറാം തിലകനൊക്കെ അഭിനയിച്ച സിനിമയുണ്ട് ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി. അതൊക്കെ അന്നത്തെ വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. അടയാളം, അതുപോലെ ഗൃഹപ്രവേശം, ഏകലവ്യനിലൂടെയാണ് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആകുന്നത്. ഏകലവ്യനിലെ മാധവൻ എന്ന കഥാപാത്രം ഷാജി കൈലാസിൻ്റെ സിനിമയാണ്. അതുപോലെ തന്നെ പ്രിയദർശൻ്റെ പ്രിയദർശൻ്റെ അരം പ്ലസ് അരം കിന്നരം എന്ന് പറഞ്ഞിട്ട് തമാശപ്പടമുണ്ട്. അതിൽ ശങ്കറിൻ്റെ നായികയാണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ മോഹൻലാലിൻ്റെ സിനിമയാണ്. ആ സിനിമകളിലൊക്കെ അഭിനയിച്ചു. അതുപോലെ ലാളനം എന്ന് പറയുന്ന സിനിമ, ലാളനം എന്ന സിനിമയിൽ അവരുടെ അവസാന കാലത്തെ സിനിമകളിലൊന്ന്. അതിനകത്ത് ഡോക്ടറായ ഭർത്താവിനെ പുല്ലും വൈക്കോലും ഒക്കെ തീറ്റിക്കുന്ന പ്രകൃതി ചികിത്സക. അയാൾ ഡോക്ടറാണ് ഭർത്താവ്.
പക്ഷേ അങ്ങനെ നാച്ചുറോപ്പതി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഞാൻ കുറേ കാലം പണ്ട് അതിൻ്റെ ചില ആളുകളുടെ കൂടെയൊക്കെ നടന്നതാണ്. അതും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലം ഞാൻ അങ്ങനെയൊക്കെ അവരുടെ ഒരു ഗ്രൂപ്പ് ഗ്യാങ്ങിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണ രീതിയൊക്കെ പ്രത്യേകമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അങ്ങനെയാണ്. അത് പോട്ടെ, അപ്പം നമ്മൾ വന്നിട്ട് നമ്മളെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് ശരിയല്ല. ഞാനിതിങ്ങനെ ഈ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അവസാനം 96 അഭിനയിച്ച് നിർത്തിയ സിനിമ എന്ന് പറഞ്ഞാൽ ലാളനം പരാജയ ചിത്രമാണ്, സിദ്ദിഖിൻ്റെ സിനിമയാണ്. സിദ്ദിഖും അന്ന് ഏകദേശം സിനിമകളൊന്നും ഇല്ലാതൊക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു സിദ്ദിഖിന്. സിദ്ദിഖ് കുറേ വേഷങ്ങൾ, ഇങ്ങനെ ഹാസ്യവേഷങ്ങളൊക്കെ ചെയ്തു, നായക വേഷങ്ങളൊക്കെ ചെയ്തു. ഇവർ ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പായിട്ട്, ഇപ്പം 4 നായകന്മാർ, ഇപ്പോൾ മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും, ഇങ്ങനെ ഒരു 3-4 പേര് ചേർന്ന് ഗ്രൂപ്പായിട്ടുള്ള കഥാപാത്രങ്ങളുള്ള കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെപ്പ് കിലിക്കണ ചങ്ങാതി, അങ്ങനെ ഒട്ടേറെ. ഇനി ഹരിഹർ നഗർ പോലും 4 പേരാണല്ലോ, 4 പേരുടെ കഥയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽ വന്നൊരു സിനിമകളുടെ ഭാഗമായിട്ട് സിദ്ദിഖ് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദിഖ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം പതുക്കെ സിനിമയിൽ നിന്ന് ഏകദേശം സിനിമകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ, സിദ്ദിഖ് നായകനായി ഇറങ്ങിയ ഒരു സിനിമയാണ് ലാളണം. അപ്പോൾ ആ സിനിമയിൽ കഥാപാത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാഞ്ചനം എന്ന് പറയുന്ന സിനിമ വരുന്നു. ആ സിനിമയോടുകൂടി അവർ അഭിനയം അവസാനിപ്പിച്ചു. സിദ്ദിഖിൻ്റെ കാര്യം കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ പറയേണ്ടി വരും. സിദ്ദിഖ് പിന്നീട് വലിയ തിരിച്ചുവരവ് നടത്തിയത് സുരേഷ് ഗോപി നായകനായ സിനിമയിലാണ്. ആ സിനിമയിൽ സത്യമേവ ജയതേ. അതിനു മുമ്പ് തന്നെ അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കരിയറിലെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയാവുന്നത്. അത് കൊടൂര വില്ലനായിട്ടാണ് സത്യമേവ ജയതയിൽ. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ, ഇപ്പോൾ ഉസ്താദ് എന്ന് പറയുന്ന സിനിമയില്ലേ, ആ സിനിമയിൽ ഒരു 2 സീനിലോ മറ്റോ ഉള്ളൂ സിദ്ദിഖ്. സിനിമ ഉസ്താദ്, മോഹൻലാലിൻ്റെ സിനിമ. അതിനകത്ത് ഇന്നസെൻറ്റിനെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കഥാപാത്രം. അതുവരെ കണ്ട ഒരു സിദ്ദിഖിനെ അല്ല ആ സിനിമയിൽ പ്രേക്ഷകർ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ രൂപം, ഭാവം, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ടോൺ, ഇതൊക്കെ വേറൊരു റേഞ്ചിലേക്ക് മാറ്റി. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ സത്യമേവ ജയതയിലെ വില്ലനായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വില്ലനായിട്ട് എത്രയോ കഥാപാത്രങ്ങൾ, ഗംഭീരമായ വേറൊരു സിദ്ദിഖിനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഈ മീമൊക്കെ ഇല്ലേ, വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഉള്ള സിദ്ദിഖിന്, അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന സിദ്ദിഖ് ശരിക്കും പറഞ്ഞാൽ സത്യമേവ ജയതയിലും ഈ ഉസ്താദിൽ അത് തുടങ്ങി വെച്ചു, അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ ഇവരെന്തായാലും 96 ജയരാഗിണി സിനിമാഭിനയം നിർത്തി. പിന്നീട് ചെന്നൈയിൽ ഇവരൊരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്നു. അതിനുശേഷം വിദേശത്തേക്ക് പോയി സ്വസ്ഥം കുടുംബജീവിതവുമായി കഴിയുകയാണ്. സിനിമയിലേക്ക് പിന്നീട് തിരികെ വരണം എന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ വിദേശത്തൊക്കെ അങ്ങനെ കുറേ നായികമാരുണ്ട്. അവർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്നോ ഉണ്ടായിരുന്നത്, അപ്പോൾ നമ്മൾ പറയത്തില്ലേ സ്വപ്നത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്നോ സംഭവിച്ചു പോയ ഒന്ന്, ഒരു സിനിമാ നടി ആയിരുന്നു എന്നുള്ളത്, അങ്ങനെയുള്ള ചിന്തകൾ പിന്നീട് ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ സെലിബ്രിറ്റി ആയിരുന്നു എന്നുള്ളതൊക്കെ അവിടെ മറന്നുപോകും. നമ്മൾ ഓർക്കുന്നുണ്ട്. കാരണം അച്ചാമ വർഗീസ് എന്നുള്ള കഥാപാത്രം, ഓർമ്മയുണ്ടോ ഈ മുഖം എന്നുള്ള അച്ചാമ വർഗീസിനോടുള്ള ചോദ്യം, ഇതൊന്നും സിനിമയുള്ള കാലത്തോളം ആരും മറക്കില്ല. ശരി.